Hello guys, welcome back to my channel. I am your Arsha. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നറിയോ, ഇന്ന് കുറച്ച് എൻ്റെ ഒരു കമ്മൽ സെറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതായത് റീസെൻ്റ് ആയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഇതിന് മുന്നേ ഞാൻ അല്ലാത്ത ഗോൾഡിൻ്റെ കമ്മലൊക്കെയാണ് ഇട്ടത്. ഇപ്പം ഞാൻ കുറച്ച് നാളത്തേക്ക് അതൊക്കെ ഒന്ന് ഊരി വെച്ചിട്ട് നോർമലായിട്ടുള്ള നമ്മുടെ അല്ലാത്ത കമ്മൽസൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഫസ്റ്റ് കൊണ്ട് ഞാൻ ഒരുപാട് ലാഗ് അടിക്കുന്നില്ല. അപ്പോൾ ആൾക്കാർക്ക് എൻ്റെ എന്താ പറയുക, വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് എല്ലാവരും പറയാം. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ, മാക്സിമം കുറച്ചൊക്കെ ഫോളോവേഴ്സൊക്കെ കിട്ടട്ടെ. അപ്പോൾ ഫസ്റ്റ് വൺ തന്നെ ഞാൻ കാണിക്കാം. നോർമലി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ടൈപ്പായിരിക്കും. ഇത് നമ്മുടെ പേളിൻ്റെ നോർമലായിട്ടുള്ള സൈസിൻ്റെ ആണ്. അപ്പം ഇത് വെച്ചാൽ ഒഫീഷ്യൽ വെയേഴ്സിൻ്റെ ആണ് ഞാൻ എടുത്തേക്കുന്നത്. കാരണം എനിക്ക് നമ്മുടെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വലിയ തോടാസുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതങ്ങനെയല്ല, കുറച്ച് ഒഫീഷ്യൽ വെയർ ആയിട്ടുള്ള സെറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പല സൈസിലാണ് ഞാൻ ഇത് വാങ്ങിച്ചേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു 4 സൈസ് ഉണ്ട്. ഇത് ടോട്ടലി ഒരു 4 സൈസ് നിങ്ങൾക്ക് കാണാമല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് സ്റ്റഡായിട്ട് ഇങ്ങനെ ഇടുന്നവർക്കും ഇതതിൻ്റെ ലാസ്റ്റ് വണ്ണായിട്ട് ഇങ്ങനെ ഇടാം. അപ്പോൾ ഒരു 4 ഇങ്ങനെ ഒരു അടിച്ചിട്ട് ഇടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് സെക്കൻഡ് സ്റ്റഡ് ഒന്നുമില്ല, ആകെ ഒരു സ്റ്റഡ് കുത്തുന്നത് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ സ്പേസ്. അപ്പം ഇതിൻ്റെ ഭംഗി എന്ന് വെച്ചാൽ അതാണ്ട് ഇങ്ങനെ ഇരിക്കും, കണ്ടോ? ഓക്കെ, ഇത് ഞാൻ ഇട്ടിട്ടില്ല. ഇതേണ്ട ഓക്കെ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ കൂടെ എനിക്ക് വേറൊരു പെയറിങ് ഉണ്ട്, അത് ഞാൻ പിന്നെ കാണിക്കും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു 2 സൈസ് യൂസ് ചെയ്യുക. അതിൻ്റെ ഏറ്റവും ചെറുത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കാരണം എൻ്റെ ഫേസ് ഓവൽ ഷേപ്പ് ആയതുകൊണ്ട് എനിക്ക് തീരെ ചെറിയ കമ്മൽസ് വളരെ ഭംഗി ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിചാരം. നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് വണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദാണ്ട് ഇതാണ്, ഒരു സിൽവറിൽ ക്യൂട്ടാണ്, ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. സിൽവറിൽ ഒരു ബട്ടർഫ്ലൈ എന്നല്ല പറയാൻ പറ്റുക, ഇതിനെ ഒരു റിബൺ കെട്ടി വെച്ചിരിക്കില്ല, നമ്മൾ ഗിഫ്റ്റ് ബോക്സിൽ റിബൺ കെട്ടി വെച്ചിരിക്കുന്ന ടൈപ്പാണ് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിനകത്ത് ഫുള്ള് സിൽവറിനകത്ത് സ്റ്റോൺ വർക്ക് വിത്ത് പേളാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പേളാണ് കാണാനൊക്കെ. അപ്പം നമ്മൾ ഫേസിന് അറിയത്തക്ക കമ്മലാണെങ്കിൽ ഇതാണ്ട് ഇങ്ങനെ ഇരിക്കും, നല്ല ഭംഗിയാണ് കേട്ടോ ഈ സംഭവം. പിന്നെ പേൾ വർക്കുകളെല്ലാം യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഇതൊക്കെ നിങ്ങൾ ഒന്നുകൂടെ ഒട്ടിച്ചേച്ചൊക്കെ ഉപയോഗിക്കുക കേട്ടോ. കാരണം ഇതൊക്കെ അവർ വലിയ പശയിലൊന്നും വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കില്ല. നെക്സ്റ്റ് വൺ, ഇത് ഭയങ്കര ഗുഡ്. ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. അതാണ്ട് ഇതൊരു ചെറിയെന്ന് പറയാമോ അതൊരു ഫ്ലവർ എന്ന് പറയാമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതൊരു ഗോൾഡൻ ഷെയ്ഡിലാണ്. ഗോൾഡൻ എന്ന് പറയുമ്പോൾ നമ്മുടെ 18 ക്യാരറ്റ് ഗോൾഡിൻ്റെ ഒരു കളർ ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. അതിനകത്ത് സിൽവർ സ്റ്റോണ് വിത്ത് ഒരു പ്ലേറ്റഡ് ആണ്, ഒരു എന്താ പറയുക, വൈറ്റ് അല്ല, ഒരു ക്രീം കളറാണോ എന്ന് വെച്ചാൽ അതുപോലെ ഒരു പ്ലേറ്റഡ് ആണ് ഈ വരുന്നത്. ഇതെനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. നല്ല കളക്ഷൻസാണ് ആയിരുന്നു ഈ വട്ടം. ആക്ച്വലി ഇത് നിങ്ങൾ കടകളിൽ പോയാൽ, വലിയ വലിയ കടകളിൽ പോയാൽ ഇങ്ങനെ കളക്ഷൻസ് കിട്ടണം എന്നില്ല. ഇത് ഞാൻ വാങ്ങിച്ച ഇടം എവിടെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഒരു മിനിറ്റ് നോക്കിക്കേ, എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. വാവ്, ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് എവിടുന്നാണ് വാങ്ങിയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താലേ ഞാൻ പറഞ്ഞു തരാം ഇത് എവിടുന്നാണ് വാങ്ങിയെന്നുള്ളത്. നോർമലി ഇതൊന്നും വലിയ എമൗണ്ടോ റേറ്റോ കാര്യങ്ങളോ ഒന്നും ആയിട്ടുള്ള വളരെ അഫോർഡബിൾ പ്രൈസിൽ ഞാൻ വാങ്ങിച്ചതാണ്. പ്രൈസ് അറിയേണ്ടവരുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് അറിയേണ്ടവരുണ്ടെങ്കിൽ അതിന് പ്ലേസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അപ്പോൾ സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.